പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ പയറാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് ചാരമിട്ടാണ് പയർ നട്ടത്. ഇവിടെ എല്ലാം ഉറുമ്പിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചാരം ഇട്ട് കൊടുക്കണം, എന്നാലാണ് അത് ശരിക്കും കാച്ച് കിട്ടുള്ളൂ. ഇപ്പോൾ ചെറുതായിട്ട് കാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു കറിക്കുള്ളത് എന്തായാലും കിട്ടും. നാടൻ പയറാണ് നട്ടേക്കുന്നത്. നമുക്ക് പാവയ്ക്കക്കറിയാണ് ഇന്നത്തെ വിഭവം. പാവയ്ക്കയാണ്, തീയൽ, പാവയ്ക്ക തീയൽ. പിന്നെ സവാള, 3 സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ വാളംപുളി ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ, പാവയ്ക്ക അരിഞ്ഞ് ഉപ്പിട്ട് തിരുമ്മി അത് പിഴിഞ്ഞ് അത് ഇങ്ങനെ നീളത്തിലാണ് അരിയേണ്ടത്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ തേങ്ങ വറുക്കാനുള്ളത്. ഒരു പാനിലേക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, സവാള, പാവയ്ക്ക ഇവയെല്ലാം കൂടി ഇട്ട് ഇളക്കി അത് ആദ്യം ഫ്ലെയിം കൂട്ടി വയ്ക്കണം. അത് കഴിഞ്ഞ് ഫ്ലെയിം കുറച്ച് വെച്ച് വെച്ചതിന് ശേഷം അടപ്പ് വെച്ച് മൂടി വേവിക്കണം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 തേങ്ങ ചെറിയതിൻ്റെ ഇട്ട് വറുത്തെടുക്കണം. ചെറുതീയിൽ ഇളക്കി അത് ബ്രൗൺ നിറമാവുന്നേരെ നമ്മൾ ഇളക്കി ബ്രൗൺ നിറമായി കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് ഇളക്കണം. അത് ചൂടാറി കഴിയുമ്പോൾ വെള്ളം തുടച്ച് നല്ല വൃത്തിയായ ബൗളിലിട്ട് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണ തെളിഞ്ഞു വരും. ഇതേ രീതിയിൽ വേണം അരച്ചെടുക്കാൻ. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചത്. പാവയ്ക്ക വെന്ത് വന്നു കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് വെന്തതിന് ശേഷം അതിലേക്ക് വാളംപുളി, നമ്മൾ കലക്കി വെച്ചിരുന്ന വാളംപുളി അരിപ്പയിലൂടെ അരിച്ചൊഴിക്കണം. ആ വാളംപുളിയിൽ കിടന്ന് പാവയ്ക്ക വേവണം. പാവയ്ക്ക വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ച് കൊടുക്കണം. ബൗളിൽ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അത് കലക്കി ഇതിലേക്ക് ഒഴിച്ച് ചേർത്തു. തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചാറ് ഇതുപോലെ കുറുകി വരണം. കൂടുതൽ വെള്ളമായി പോകരുത്, അപ്പോഴാണ് ടേസ്റ്റ് ആവുക. എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി ഒരു ഗെയിം കാണാം. പല്ല് പറിക്കുകയാണെങ്കിൽ 100 രൂപ
എടാ ഭയങ്കര എത്ര കിട്ടണമെന്നുള്ള അത് മേളിൽ കയറ്റി വെക്കണം. ഞാൻ എടുക്കാം. മേശ മൊത്തം അനക്കിക്കൊണ്ടിരുന്ന പിന്നെ എങ്ങനെ ശരിയാവും? കളിക്കടാ നോക്കട്ടെ. അതിന്റെ മേളിൽ നമ്മൾ വയ്ക്കുകയും ചെയ്യണം. അന്നേരം പറയാൻ പാടില്ല. അവൻ അടി വിളിച്ചു. എടാ ഭയങ്കര അവൻ അടി വിളിച്ചു. എക്സൈറ്റ്മെന്റ് കൂത്തിട്ട് രക്ഷയില്ല. അറിയണല്ലോ നടക്കൂത്ത് മാങ്ങ മാങ്ങ കണ്ടില്ലല്ലോ. ഞാൻ എടുത്തില്ല. കൊള്ളാലോടാ. സെന്ററിൽ നിന്ന് എടുത്താ പണി കിട്ടില്ല, സൈഡിൽ നിന്ന് എടുത്താ പണിയാ. അവൻ ആ സൈഡിൽ നിന്ന് എടുത്തല്ലേ. എല്ലാവർക്കും പണിയായി. അവരും എടുത്തു. ഇനി തീർന്നു ഞാൻ പൊട്ടി. എടാ ആ മേശത്തെ കൈ മാറ്റടാ. സൈഡ് എടുത്താ പണിയാ. സെന്റർ എടുക്ക്. അങ്ങനെ എല്ലായിടത്തും പോയി കൊട്ടി നോക്കാൻ പറ്റുമല്ലോ. നീ തന്നെ വുഡ്പെക്കറോ? ഇനി മേളിൽ എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഉണ്ട്. ഏറ്റവും വെള്ളത്തെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ വന്നില്ല. ഇത്തിരി വെയിറ്റ് പറഞ്ഞു. മേളിൽ എടുക്കാൻ പറ്റില്ല. ഇല്ലില്ല. ഫസ്റ്റ് എത്രയോ സൈഡിലേക്ക് ഒറ്റ എടുത്തേക്കളെ. അതുകൊണ്ടുള്ള അപ്പൊ അവൻ അവിടുന്ന് എടുത്ത് ഇവിടുന്ന് എടുത്തു. ഉണ്ടോ? പോയി ഇതെടുത്തേ. പണിയാണ്. അതെടാ ഇത് 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 മാറ് മാറ്. എനിക്ക് അറിയാം. പിടിക്കാം. പോയി പതുക്കെ 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 പതുക്കെ. പേടിച്ചിരിക്കാണ്. അപ്പൊ അത് വലിയ ബിൽഡിംഗ് ഒന്നും അല്ല. അല്ല ഞാനിപ്പോ ചാചനാണ് ഇട്ട് കൊടുക്കും. കാരണം ചാചനയുടെ കുഞ്ഞ് നോക്കിട്ട് മതിട്ടാ. താഴത്തേര് പിടിക്കുക നല്ല, അല്ലെങ്കിൽ സെന്ററിലെ പിടിക്കുക നല്ലത്. ചേട്ടൻ ഇന്നലെ ചോദിച്ചാൽ മറ്റേ കോട്ടയത്ത് നിന്ന് ഒരു തിരുപ്പതി ചോദിച്ചില്ല. ഒറ്റപ്പാലത്ത് നിന്ന് കയറാൻ പറ്റുന്നുണ്ടോ?